ബിസിനസ്സുകാരനും അധ്യാപകനുമായ കോടീശ്വരന്മാരായ മക്കൾ. പക്ഷേ സ്വന്തം അച്ഛന് ആഹാരം പോലും നൽകാതെ വഴിയിൽ ഉപേക്ഷിച്ച ആ ക്രൂരത. കൊല്ലത്ത് നിന്ന് കേൾക്കുന്ന ഈ വാർത്ത നമ്മുടെ നാടിന്റെ മനസാക്ഷിയെയാണ് ചോദ്യം ചെയ്യുന്നത്. കൊല്ലം സ്വദേശിയായ രവീന്ദ്രനാഥ് എന്ന 85 വയസ്സുകാരനായ അച്ഛനാണ് മക്കളുടെ ക്രൂരതയ്ക്ക് ഇരയായത്. ബിസിനസ്സുകാരനായ മകനും അധ്യാപകനായ മകനും ഉണ്ടായിട്ടും ഈ വാർദ്ധക്യകാലത്ത് ആ അച്ഛന് കിട്ടിയത് കഠിനമായ അവഗണന മാത്രമാണ്. ഒരു തുള്ളി വെള്ളമോ ആഹാരമോ ഇല്ലാതെ രോഗബാധിതനായി അദ്ദേഹം ആരും നോക്കാനില്ലാതെ കിടന്ന കാഴ്ച കണ്ടുനിന്നവരുടെ പോലും കണ്ണു നിറക്കുന്നതായിരുന്നു. ഈ ദുരന്ത വാർത്ത പുറത്തറിഞ്ഞതോടെ കാരുണ്യത്തിന്റെ പ്രതീകമായ പത്തനാപുരം ഗാന്ധി ഭവൻ ടീം ഉടൻ തന്നെ സ്ഥലത്തെത്തി ആ അച്ഛനെ അവർ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ പരിചരണവും ചികിത്സയും ആഹാരവുമെല്ലാം നൽകി ഗാന്ധി ഭവൻ സംരക്ഷിക്കുകയാണ്. സ്വന്തം ചോര കൈവിട്ടപ്പോൾ ആ അച്ഛന് തണലായത് ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ കാരുണ്യമാണ്. കരിയറിൽ നമ്മൾ എത്ര വലിയ നിലയിലെത്തിയാലും എത്ര കോടികൾ സമ്പാദിച്ചാലും സ്വന്തം മാതാപിതാക്കളെ മറക്കുന്നവർ മനുഷ്യരെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. നമ്മളെ ഉന്നതിയിലേക്ക് എത്തിച്ചവർ അവരാണ്. അവരെ നമ്മൾ വാർദ്ധക്യത്തിൽ ചേർത്തു പിടിക്കണം. മാതാപിതാക്കളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.